ഓം ശാന്തി. തൻ്റെ മൂർത്തിയിലൂടെ ബാബയുടെയും ശിക്ഷകൻ്റെയും സ്വരൂപത്തെ പ്രത്യക്ഷമാക്കുന്ന അനുഭവി മൂർത്തിയായി ഭവിക്കട്ടെ. തൻ്റെ യഥാർത്ഥ പൊസിഷനിൽ സ്ഥിതമാകുക. ഇതുതന്നെയാണ് ഓർമ്മയുടെ യാത്ര. ആരാണ്, ആരുടേതാണ്? ഇതിൽ സ്ഥിതമാകൂ. ഈ യഥാർത്ഥ സ്വരൂപത്തിൻ്റെ നിശ്ചയത്തിൻ്റെയും അനേക പ്രാവശ്യം അനുഭവിച്ച വിജയത്തിൻ്റെയും സ്മൃതിയുടെ ലഹരിയുടെ സ്ഥിതിയുടെ സാഗരത്തിൽ ആനന്ദിച്ചു കൊണ്ടിരിക്കുക. സുഖദാതാവിൻ്റെ മക്കളാകുമ്പോൾ ദുഃഖത്തിൻ്റെ അലകൾ എങ്ങനെ വരും? സർവശക്തിവാന്റെ കുട്ടികൾ ശക്തിഹീനർ എങ്ങനെയാകും? ഈ യഥാർത്ഥ പൊസിഷൻ്റെ അനുഭവങ്ങളിലിരിക്കുക. എങ്കിൽ താങ്കളുടെ മൂർത്തിയിലൂടെ ബാബയുടെയും ശിക്ഷകൻ്റെയും സ്വരൂപം സ്വതവേ പ്രത്യക്ഷമാകും. ഓം ശാന്തി.